ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? അത്യാവശ്യം നല്ല രീതിയിൽ നിഫ്റ്റിയിലൊക്കെ വോളറ്റൈലായിട്ടുള്ള മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റി വന്നിട്ടുണ്ടായിരുന്നു. എനിവേ എലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മൂവ് ഒക്കെ തന്നെയാണ്. പ്രോപ്പറായിട്ടൊരു ഡയറക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചെങ്കിലും നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ കണ്ടീഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ എലക്ഷൻ റിസൾട്ട് വന്ന് അതിനോട് മാർക്കറ്റ് റിയാക്ട് ചെയ്യണം. അതിപ്പോൾ ഐദർ ഡൗൺ സൈഡോ അപ്പ് സൈഡോ ആയിക്കോട്ടെ, അത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടൊരു ട്രെൻഡിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രക്ചറോ മാർക്കറ്റിന് ലഭിക്കുകയുള്ളൂ. അതുവരെ ഈ ഒരു വോളറ്റൈൽ മൂവ്മെന്റ്സ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ പോലും പലരും ചോദിക്കുന്നുണ്ട് നമുക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മാർക്കറ്റിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതിനു മുമ്പും മാർക്കറ്റിൽ അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു, ഇതുപോലുള്ള ഇവന്റ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം വോളറ്റിലിറ്റി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവന്റ്സ് മാർക്കറ്റിൽ എന്നുണ്ട്, അൺസർട്ടനിറ്റി മാർക്കറ്റിൽ എന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ലിമിറ്റഡ് ക്യാപിറ്റലിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മളെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള മെഷേഴ്സ് എടുത്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിന്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിനോലെക്സ് കേബിൾസ് ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നമുക്ക് തന്നിട്ടുള്ളതും ഫിനോലെക്സ് കേബിൾസ് ആയിരുന്നു. ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേഞ്ചിൽ നിന്ന് 16% മുകളിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ബുക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10% മേലേക്കാകുമ്പോൾ ഹാഫ് ബുക്ക് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ട് ട്രയൽ ചെയ്തിട്ട് റൺ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 16% മൂവ് തന്നിട്ടുണ്ട്. ഇതിലിനി ഫ്രഷ് എൻട്രി പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പോസിബിൾ അല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഓൾറെഡി നമുക്ക് കിട്ടേണ്ട മൂവ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഫോം ചെയ്ത് ഒന്നെങ്കിൽ ഈ ഒരു റീടെസ്റ്റിന് ശേഷം അതല്ലെങ്കിൽ പുതിയ ഹൈ ഒക്കെ കട്ട് ചെയ്ത് മാർക്കറ്റ് ഒരു ട്രെൻഡി മൂവ് തരുന്ന സമയത്തേ ഉള്ളൂ ഇനി ഈ ഒരു സ്റ്റോക്കിലേക്ക് നോക്കേണ്ടത്. നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് JSW ഇൻഫ്രാസ്ട്രക്ചർ. JSW ഏകദേശം നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഇപ്പോൾ 300 ലെവലിലൊക്കെ ടച്ച് ചെയ്തിട്ട് 299 വരെയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 275 അല്ലെങ്കിൽ 280 റേഞ്ചിൽ നിന്നാണ് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 299 വരെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഹൈ. 8% മുകളിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്ത്. സ്റ്റിൽ ഇപ്പോഴും നമ്മുടെ എൻട്രി ലെവലിലേക്ക് വന്ന് റീടെസ്റ്റ് എടുത്തതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഏകദേശം ആ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിൽ ഇവിടെ നിന്ന് അഗെയിൻ ഈ ഒരു ഹൈ ടച്ച് ചെയ്യാം. എഗൈൻ ഹൈ ടച്ച് ചെയ്തതിന് ശേഷം അത് കവർ ചെയ്തിട്ട് 330 320 ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് എൻട്രി പോസിബിൾ ആണ്. സെയിം ലെവൽസ് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ് PFC. ഏകദേശം ഒരു ഇനീഷ്യൽ മൂവ്മെന്റ് അപ്വേർഡ് മൂവ്മെന്റ് കാണിച്ചതിന് ശേഷം, അതായത് ഒരു 5% ഒക്കെ ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണിച്ചതിന് ശേഷം എഗൈൻ അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ എൻട്രി ലെവലിലേക്ക് റീടെസ്റ്റ് തന്നിട്ടുണ്ട്. എൻട്രി ലെവലിൽ റീടെസ്റ്റ് നമ്മൾ പോസിബിൾ ആണെന്ന് കൺഫേം ചെയ്യുന്നത് അവിടേക്ക് ഒരു 1 അവറിൻ്റെ ഒരു 2 ക്യാൻഡിൽസ് ഒക്കെ അവിടെ സസ്റ്റെയിൻ ചെയ്യുക. പോസിറ്റീവ് ക്യാൻഡിൽസ് അവിടെ അതിന് മുകളിൽ ആ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് എൻട്രി PFCയിലും പോസിബിൾ ആണ്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ അഗൈൻ ഈ ഒരു ഹൈ 520 എന്ന് പറയുന്ന ഒരു ഹൈ, പിന്നെ നമ്മൾ 550 600 ലെവൽസിലൊക്കെ ആയിരിക്കും നമ്മൾ ടാർഗറ്റ്സ് വരുന്നത്. ഇനി ഒരു ഫ്രഷ് എൻട്രി അതിലേക്ക് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഓൾറെഡി എൻട്രി ചെയ്തവർ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് RCF ആണ്. RCFിൻ്റെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ എൻട്രി ലെവൽ ഓക്കെ ട്രിഗർ ആണ്, പക്ഷേ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് നമുക്കൊരു അപ്പർ സൈഡ് മൂവ്മെൻ്റ് ഒന്നും തന്നിട്ടില്ല. ആദ്യത്തെ ഒരു ഇനീഷ്യൽ മൂവ്മെൻറ്റ് ഒരു 6%-ൻ്റെയോ 5%-ൻ്റെയോ ഒക്കെ ഒരു ഇനീഷ്യൽ മൂവ്മെൻറ്റ് തന്നതിന് ശേഷം സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺ സൈഡിലേക്കാണ് വരുന്നത്. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ലെവൽ ഹോൾഡ് ചെയ്യുന്നത് വരെ. ഇപ്പോൾ എഗൈൻ ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് ടെസ്റ്റ് ചെയ്ത് എഗൈൻ ഹൈ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ലെവൽ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബുക്ക് ചെയ്യുക. ഫ്രഷ് എൻട്രി ഈ സ്റ്റോക്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ് റെക്ക് ലിമിറ്റഡ്. റെക്കിൻ്റെ ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ പറഞ്ഞ ലെവല് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ സോൺ വരെ എന്താണ്, നമുക്ക് വാലിഡ് ആണ്. കാരണം ഈ ഒരു ട്രെൻഡ് അപ് ട്രെൻഡിൽ ഈ സോൺ വരെ വാലിഡ് ആണ്. അതിൻ്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുള്ള അതേ ലെവൽസ് ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് ഇനീഷ്യലി ഈ സ്റ്റോക്കിൽ തന്നെ കയറാം. പക്ഷേ ഈ ലെവലിന് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് വീക്ക് ആവും, ട്രെൻഡ് റിവേഴ്സൽ ആവും, ഒരുപാട് താഴേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ഈ ലെവൽ ഹോൾഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്തൊരു ഇനീഷ്യൽ മൂവ്മെൻറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഈ ലെവൽസൊക്കെ ടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും.
നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് NCC ആണ്. NCC ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റീടെസ്റ്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അഗൈൻ ആ ലെവലിൽ 275 എന്ന് പറയുന്ന ലെവലിൽ റീടെസ്റ്റ് എടുത്തതിന് ശേഷം സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഡേയിൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 298 ആണ്. ഓൾമോസ്റ്റ് ഒരു 8% ആണ് NCC മൂവ് ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഇനിയും ഹോൾഡ് ചെയ്യാവുന്നതാണ്. 300 320 ലെവൽസ് വരെയൊക്കെ നമുക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെവൽസ് നിൽക്കുന്ന ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 320 ഒക്കെ പോസിബിൾ ആണ്. അപ്പോൾ അഗെയിൻ നമ്മൾ ഇവിടെ ബുക്ക് ചെയ്യണമെന്നെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം. ഫർദർ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹഡ് കോലൊക്കെ കിട്ടിയ പോലെ നല്ലൊരു ടാർഗറ്റ് NCCയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക് ആണ്. യൂണിയൻ ബാങ്കിൻ്റെ ഈ ഒരു സ്ട്രക്ചർ പലപ്പോഴായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിയൻ ബാങ്കിൻ്റെ കേസ് ഇപ്പോൾ 160 to 163 ഈ റേഞ്ചിൽ എത്തുന്ന സമയത്തൊക്കെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു പുൾ ബാക്ക്, അപ്പോൾ ആ ലെവലിൽ തന്നെയാണ് പുൾ ബാക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ലാസ്റ്റത്തെ ഒരു ഡെയിലി ക്ലോസിങ് അല്ലെങ്കിൽ വീക്കിലി ക്ലോസിംഗ് എന്നൊക്കെ പറയുന്നത് സ്ട്രോങ് ക്ലോസിംഗ് ആണ്. ഇപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബ്രേക്ക് ഔട്ട് ആണ്. സൂൺ നെക്സ്റ്റ് വീക്കിലോ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ 162 അല്ലെങ്കിൽ 163 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ 163ക്ക് അബോവ് ആണ് നമ്മൾ എൻട്രി ഉദ്ദേശിക്കുന്നത്. 163ക്ക് മുകളിൽ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 180, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 196 ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 148 ബിലോ, 148 അതായത് ലാസ്റ്റ് വന്ന സ്വിങ്ങിലേക്ക് ബിലോ സ്റ്റോക്ക് പെർഫോം ചെയ്യാണ്, താഴേക്ക് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യുന്നു. 163ക്ക് എബോ മാത്രം എൻട്രി കൺസിഡർ ചെയ്താൽ മതി. പ്രോപ്പറായിട്ട് അത് ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പോൾ പ്രോപ്പർ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി ക്ലോസിങ്ങിലേക്കൊന്നും നിൽക്കേണ്ട, നമുക്കൊരു 1 hour 2 hourലൊക്കെ ഒരു ക്ലോസിങ് കിട്ടിയാൽ തന്നെ നമുക്കതിൽ കയറാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇമാമി ലിമിറ്റഡ്. ഇമാമി ലിമിറ്റഡിൻ്റെ വീക്കിലി ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വീക്കിലിയിലെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഒരുപാട് നാൾ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ട് എന്നൊരു ഏരിയ ആണ് ഈ പറയുന്ന 600 to 620 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 600 to 625 ഈ റേഞ്ചിൽ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡെയിലി ക്ലോസിംഗ് എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡേ ക്യാൻഡിലിൻ്റെ അല്ലെങ്കിൽ വീക്കിലി ക്ലോസിംഗ് എന്നൊക്കെ പറയുന്നത് ആ ലെവൽസിൻ്റെ എബോവ് ആണ്. അപ്പോൾ നമുക്ക് 580 to 600 എന്ന് പറയുന്ന ഈ ഒരു സോണിലേക്ക് അഗൈൻ ചിലപ്പോൾ റീടെസ്റ്റ് നടത്തിയതിന് ശേഷമായിരിക്കും ഇനി എത്തൊരു മൂവ്മെൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു 625 എന്ന് പറയുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ മതി, 580ക്കും 600നും റീടെസ്റ്റിന് വരുന്ന സമയത്ത് എൻട്രി ചെയ്താൽ മതി. രണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 500 ബിലോ അല്ലെങ്കിൽ 510ൻ്റെ ബിലോ ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വന്ന സ്വിംഗ് ലോയ്ക്ക് ബിലോ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ക്യാൻഡിൽസിൽ സ്റ്റോക്ക് റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന ഒരു ഏരിയ 680 680 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 785 എന്ന് പറയുന്നത്. ഈ രണ്ട് ലെവൽസാണ് നമ്മൾ ടാർഗറ്റിനായിട്ട് ഇനീഷ്യലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ രണ്ട് ലെവൽസിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് എന്ത് ചെയ്യണം, പെർഫോം ചെയ്ത് ഇവിടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് സർവൈവ് ചെയ്താൽ മാത്രമേ നമ്മൾ സെക്കൻഡ് ടാർഗറ്റിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഈ ലെവലിലൊക്കെ എത്തുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. കുറച്ചുകൂടി റിസ്ക് ടേക്കേഴ്സ് ആണ്, പേഷ്യൻസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 780 വരെയൊക്കെ സ്റ്റോക്ക് പെർഫോം ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി പോർട്ട്. അദാനി എൻ്റർടൈൻമെൻറ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിലുണ്ട്. അപ്പോൾ അദാനി പോർട്ടാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നൊരു സ്റ്റോക്ക്. അദാനി പോർട്ടിലെ വീക്കിലി ഡെയിലി ക്യാൻഡിൽസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്ന് ഒരു റീടെസ്റ്റ് കൂടി കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ 1400 എന്ന് പറയുന്ന ഈ ലെവലിന് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്ന ഒരു റീടെസ്റ്റ് നടത്തിയിട്ടാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. ലാസ്റ്റത്തെ ഡെയിലി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ക്ലോസിംഗ് കൂടെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എബോവ് ആണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്യുന്നത്. 1460 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൻ്റെ എബോവ് ആണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്യുന്നത്. 1368 ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ താഴേക്ക് ഫെയിലാണ്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ഫെയിലാണ്. അപ്പോൾ ആ ലെവലിന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇത് ഹോൾഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. ആ ലെവലിന് താഴെ പോയാൽ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1560, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 1650. ഈ രണ്ട് ലെവൽസാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് NHPC ആണ്. NHPC പലപ്പോഴായിട്ട് നമ്മൾ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത സമയത്ത് അല്ലാത്ത 1-2 തവണയൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഗൈൻ NHPCയിലും ഏകദേശം നല്ലൊരു സ്ട്രക്ചർ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അത് സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ആ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്യാൻഡിലേക്ക് ഒരു ഹൈ
108ൻ്റെ എബോ ഒക്കെ എൻട്രി കൺസിഡർ ചെയ്താൽ മതി. 98 സ്റ്റോപ്പ് ലോസ്. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 115, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 126 അല്ലെങ്കിൽ 125.7 എന്നൊക്കെ പറയുന്ന റേഞ്ചസ് ആണ്. 126 ആണ് നമ്മൾ ഫൈനൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ട് പോസിബിൾ ആണ്. ബ്രേക്ക് ഔട്ട് ഏകദേശം പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ലെവലിനെ ഒന്ന് സസ്റ്റെയിൻ ചെയ്താൽ മതി. ആ ലെവലിനെ സസ്റ്റെയിൻ ചെയ്യുക, അതായത് 180 മുകളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് 115 പോസിബിൾ ആണ്. അതേപോലെ തന്നെ 126ഉം പോസിബിൾ ആണ്. ഇപ്പോൾ നെക്സ്റ്റ് വീക്കിൽ അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് എഗെയിൻ ഒരു അദാനി സ്റ്റോക്കാണ്. അദാനി എൻ്റർപ്രൈസസ്. അദാനി എൻ്റർപ്രൈസസിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ഇപ്പോൾ ഏകദേശം റിജക്റ്റ് ചെയ്തിരുന്ന ഈ ഒരു സോണ്, അതായത് 3340 എന്നൊക്കെ പറയുന്ന ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്തു. എഗെയിൻ താഴേക്കൊരു സ്ട്രക്ചർ, ഒരു പുൾ ബാക്ക് വന്നു. എഗെയിൻ ലാസ്റ്റ് ഡെയിലി ക്ലോസിങ്, ഈ ക്ലോസിങ്ങിൽ നല്ല സ്ട്രോങ് പൊട്ടൻഷ്യൽ ബയേഴ്സ് അവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സോണിന് 3400 എബോ അല്ലെങ്കിൽ 3410 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിൽ തന്നെ എൻട്രി നടത്താം. 3150 അല്ലെങ്കിൽ 3100 എന്ന് പറയുന്ന ലെവലിന് താഴെ പോയാൽ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യാം. നമ്മളിവിടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് 3600 ആണ്. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 3880. ഈ രണ്ട് ലെവൽസാണ് നമ്മൾ ടാർഗറ്റിനെ ഹോൾഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നതും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് സേഫ് ആവേണ്ടവർക്ക്, ചെറിയ 8 to 10% സേഫ് ആവേണ്ടവർക്ക് ആ ടാർഗറ്റിൽ തന്നെ ബുക്ക് ചെയ്ത് മാറാം. നമുക്ക് കുറച്ചുകൂടി ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ പേഷ്യൻസും റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് വരാം. അപ്പോൾ അതിന് കുറച്ച് സമയം കൂടി എടുക്കാം. ചിലപ്പോൾ സ്റ്റോക്ക് എന്ത് ചെയ്യാം, ഒരു ഇനീഷ്യൽ മൂവ്മെൻറ്റ് കാണിച്ചതിന് ശേഷം റീടെസ്റ്റ് ഒക്കെ തന്നിട്ടായിരിക്കും അടുത്തൊരു മൂവ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഈ ഇനീഷ്യൽ മൂവ്മെൻറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യേണ്ടവർക്ക് എക്സിറ്റ് ചെയ്യാം. ഫർദറും നല്ല മൂവ് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ക്ഷമയും അതേപോലെ തന്നെ നമ്മൾ റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയും കൂടുതലായിരിക്കണം. ഇത്രയാണ് നമ്മൾ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ. എഗെയിൻ നമുക്കൊരു സ്റ്റോക്ക് കൂടി ഉണ്ട്, ഹഡ്കോ ആണ്. ഹഡ്കോ ഇനി പുതിയൊരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹഡ്കോയുടെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വാച്ച് ലിസ്റ്റിൽ വരുന്ന സ്റ്റോക്ക്. പക്ഷേ ഇതിലൊക്കെ എൻ്റർ ചെയ്യുമ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടേണ്ട ഒരു മാർക്കറ്റ് കണ്ടീഷൻ ആണോ കൂടെ അനലൈസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇലക്ഷൻ റിസൾട്ട് വരാനുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ പീക്കിലാണ് ഇന്ത്യ വിക്സ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ട്രെൻഡൊന്നും മാർക്കറ്റിൽ കാണിച്ചൊന്നും വരില്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ലിമിറ്റഡ് ക്യാപിറ്റലിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, റിസ്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. എനിവേ, താങ്ക് യു.